Hello everyone, welcome back to my YouTube channel. So ഇന്നത്തെ ഒരു വ്ളോഗ് പോലെ എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ സ്റ്റാൻഡ് ഒന്നും കൊണ്ടുവന്നില്ല. സോ അറിയാണ്ട് വണ്ടി എടുത്തപ്പോൾ അത് താഴെ വീണു. അപ്പോൾ ഇന്ന് ഞാനൊരു നോർമൽ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് കഴിക്കാൻ പോവാണ്. ഡിന്നർ അല്ല, ഒരു സ്നാക്ക് പോലെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ GP ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന എല്ലാവർക്കും ആ ഹോട്ടലിനെ പറ്റി അറിയാം. അവിടെ നല്ല പഴംപൊരിയും ബീഫും കിട്ടും. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് സമയം 6 മണിയായി. അതുകൊണ്ട് അവിടെ ഓൾമോസ്റ്റ് ഒരു 5:30-6 ഒക്കെ ആവുമ്പോൾ ഈ പഴംപൊരിയും ബീഫും ഓൾമോസ്റ്റ് തീരാറാവും. പക്ഷെ നമ്മൾ വി ജസ്റ്റ് തോട്ട് വിൽ ട്രൈ ക്യാൻ ഗോ ആൻഡ് സീ. അപ്പോൾ അവിടെ ബീഫും പഴംപൊരി കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. സോ നമ്മളിവിടെ എത്തി. നമുക്ക് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കറക്റ്റ് പാർക്കിംഗ് കിട്ടത്തില്ല. അപ്പം കുറച്ചൊരു ദൂരെ വന്നിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടല് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കണം. You liked it? How was the beef and Panampuri, Priyanka? Very good. This is the wrong place to ask. Guys, ഞാൻ ഇവിടെ എത്തി പഴംപൊരി ബീഫും കഴിച്ചു. പക്ഷെ ആ ഒരു ആക്രാന്തത്തില് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതെ, പക്ഷെ ഇറ്റ് വാസ് റിയലി ഗുഡ് അല്ലേ? It was excellent. ഈ ലോകത്തെ എല്ലാവരും അവിടെ പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ശരിക്കും സത്യമായിട്ടും. Yeah, the പഴംപൊരി was very sweet and spicy. And പിന്നെ ബീഫിന്റെ കൂടെ killer combination. If you're coming to Trivandrum, you should definitely try it. എന്നെ ടാഗ് ചെയ്യണേ. അല്ല, കമന്റ് ബോക്സ്. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടില് പോയിട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ വീണ്ടും എവിടെയെങ്കിലും പോവാൻ ആണ് പ്ലാൻ. ബിക്കോസ് ഇന്ന് നമുക്ക് ആക്ച്വലി ഫുഡ് കുറച്ചധികം ട്രൈ ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ സ്പോട്ട് നോക്കിയിട്ട് ഇപ്പം സ്നാക്ക് കഴിച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഡിന്നർ എവിടെയെങ്കിലും ചിലപ്പം കഴിക്കും. ബിക്കോസ് പക്ഷെ നമ്മുടെ വയറിപ്പം നിറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് കോഫി, പഴംപൊരി, ബീഫ്, പൊറോട്ട എല്ലാം കഴിച്ചു. പക്ഷെ എന്നാലും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എവിടെയെങ്കിലും കഴിക്കാൻ പോകും. അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല എവിടെ പോകണമെന്ന്. അപ്പൊ ഇപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് അവിടെ പോയപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഒന്നാമത് ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ ആ പഴംപൊരിയും ബീഫും വന്നപ്പോൾ പിന്നെ ഞാൻ അതിൽ തന്നെ അങ്ങ് ആയിപ്പോയി. എനിക്ക് ഫോൺ എടുത്ത് അധികം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഫ് യു ആർ കമ്മിങ് ടു ട്രിവാൻഡ്രം, അവിടെ എന്തായാലും ഒരു വൺ ഓഫ് ദ മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണ്. സോ ഇനി ബാക്കി ഞാൻ വീട്ടിലെത്തിയിട്ട് എടുക്കാം. എന്ത് ഹായ് ഗൈസ്, എന്തെങ്കിലും പറ. Hi guys. I'm so full after eating beef and puri. മലയാളം. Banana fritters. What is that? Fritters. Yeah, sorry. ഇംഗ്ലീഷിൽ ബനാന ഫ്രിറ്റേഴ്സ്, മലയാളത്തിൽ പഴംപൊരി, ഏത്തക്കാപ്പം, അങ്ങനെ കുറെ പറയും. ഇവിടെ കൂടുതലും പഴംപൊരി നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മേലിൽ പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഞാനിപ്പം ഇതൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്നാണല്ലോ വിചാരിച്ചത്. ഐ ജസ്റ്റ് വാണ്ട് ടു ട്രൈ ആൻഡ് എക്സ്പെരിമെന്റ് ദ വീഡിയോസ് ദാറ്റ് യു വുഡ് ലൈക്ക്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു വ്ളോഗ് പോലെ ഒരു ഈവനിങ് എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, അതേപോലത്തെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഞാനിപ്പം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ I want to know what people like
ഞാൻ പണ്ട് ഓൺലി കുക്കിംഗ് വീഡിയോസ് ആയിരുന്നല്ലോ ഇട്ടോണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് ഐ വോണ്ട് ടു ഡൈവേഴ്സിഫൈ ഇൻ ടു ഡിഫറെൻറ്റ് തിങ്സ്. അതുകൊണ്ടാണ് ഞാനൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൽ ഫുഡ് എലിമെന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം, അല്ലെങ്കിൽ കോണ്ടന്റ് ഇപ്പം എന്തെങ്കിലും രീതി എനിക്കിപ്പോൾ ഇഫ് ഐ ക്യാൻ മേക്ക് ബെറ്റർ കോണ്ടന്റ് അങ്ങനത്തെ കോൺവെർസേഷൻസ് ആണെങ്കിലും നിങ്ങൾക്കത് കമൻസിൽ പറയാം. ബിക്കോസ് ഞാനിപ്പം കുക്കിംഗ് അല്ല, വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ കോണ്ടന്റ് രീതിയിൽ പബ്ലിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. സോ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 7-7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ വി സ്റ്റാർട്ടഡ് ടോക്കിങ്. ആൻഡ് ഇപ്പോൾ സമയം 11 o'clock ആയി, ഓൾമോസ്റ്റ് 11:30 ആയി. നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ദാറ്റ്സ് മൈ ഹസ്ബൻഡ് ലാഫിങ് ബിഹൈൻഡ് ദ ക്യാമറ. ഐ ഡോണ്ട് നോ വൈ. അപ്പം ഓൾമോസ്റ്റ് 11:30 ആയി ഇപ്പോൾ സമയം. അപ്പോൾ പിന്നെ നമ്മൾ ആൻഡ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ദാറ്റ്സ് മൈ ഫ്രണ്ട് പ്രിയങ്ക. ഷീ ഹാസ് ബീൻ മൈ ഫ്രണ്ട് സിൻസ് ഓൾമോസ്റ്റ് ലൈക്ക് 16 years. അപ്പോൾ അവൾ US-ലായിരുന്നു. സോ ഷീ കെയിം ബാക്ക്. അപ്പം നമുക്ക് കുറേ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ നമ്മൾ ഇരുന്ന് സംസാരിച്ച സമയം പോയതേ അറിഞ്ഞില്ല. സോ അതുകൊണ്ടാണ് നമുക്ക് പുറത്തു പോകാൻ പറ്റാത്തത്. ഇപ്പോൾ വീട്ടിൽ ഡിന്നർ ഉണ്ടായിരുന്നു. വി ഏറ്റ് ഡിന്നർ. അപ്പം നാളെ എനിക്ക് പുതിയൊരു പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട് ഇൻ ലുലു. അപ്പോൾ ലുലു മോളിൽ പോകാനായിരുന്നു ഇന്ന് പ്ലാൻ. അപ്പം അവിടുത്തെ ഫുഡ് എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ നാളെ അവിടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് ബാക്കി അവിടെ കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ വീട്ടിലേക്ക് വന്നാൽ പിന്നെ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിലിരുന്ന് സംസാരിച്ചിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും ലേറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. ബട്ട് എനിവേസ് നമുക്ക് ബാക്കി നാളെ കാണാം. വെൽക്കം ടു ഡേ 2. സോ ആസ് യൂഷ്വൽ ഞാൻ പ്ലാൻ ചെയ്തത് ഒന്നും ഇന്ന് നടന്നില്ല. സോ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ലുലു പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒരു പുതിയ പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് അവിടെ. അപ്പം അതും അവിടുത്തെ ഫുഡും കൂടി ട്രൈ ചെയ്യണം എന്നായിരുന്നു ഇന്നത്തെ പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. ബിക്കോസ് ഞാൻ ഇന്ന് എണീറ്റപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 12 o'clock ആയി. പിന്നെ കഴിച്ച് കുളിച്ച് വീട്ടിലൊക്കെ ഇരുന്ന് ഓൾമോസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇപ്പം 6:30 ആയി സമയം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു ഹെയർ ഓയിൽ മസാജ് ചെയ്യാമെന്ന്. ബിക്കോസ് ഇന്നൊരു 8:30 ഞാനൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹലോ മമ്മി. അപ്പം മൂവി 8:30 ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാനോ അല്ലെങ്കിൽ ലുലു വരെ പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് ഒരു ഹെയർ ഓയിൽ മസാജ് ചെയ്യാൻ വിചാരിച്ചു. സോ അപ്പം ഹെയർ ഓയിൽ മസാജ് കഴിഞ്ഞു. നല്ലൊരു 20 to 30 minutes അവർ നല്ലതായിട്ട് മസാജ് ചെയ്തു. ദ തിങ് ഈസ് നമ്മൾ വീട്ടിൽ കുളിക്കുന്ന മുന്നേ എണ്ണയൊക്കെ തേക്കും. പക്ഷേ ഇത്രയും നല്ലതായിട്ട് മസാജ് നമ്മൾ അധികം ചെയ്യാറില്ലല്ലോ. ഒരു 5 minute തലയെണ്ണ വെച്ചിട്ട് സമയമില്ലെങ്കിൽ അപ്പം തന്നെ കുളിക്കും. പക്ഷേ ഇവിടെ അവർ നല്ല രീതിക്ക് ഒരു 20 to 30 minutes നല്ലതായിട്ട് മസാജ് ചെയ്ത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഒന്നുമില്ല, ഒരു 5 minute തലയിൽ എണ്ണ വെച്ചിട്ട് പിന്നെ അങ്ങ് ഹെയർ വാഷ് ചെയ്യും. സോ നമ്മൾ ഹെയർ ഓയിൽ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കഴിക്കാൻ വന്നിരിക്കുക. ജ്യൂസ് ബാരൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്.
ഇവിടെ മെയിൻലി അവരുടെ സാലഡ്സും ഫ്രഷ് ജ്യൂസസിന് വേണ്ടിയുള്ള ഒരു ഹെൽത്തി ഒരു ഈറ്റ് ഔട്ട് പ്ലേസ് ആണ്. സോ നമുക്ക് ബേസിക്കലി സമയം ഇപ്പോൾ ഓൾറെഡി 8 o'clock ആയി. അപ്പോൾ നമുക്കിനി ഒരു പ്രോപ്പർ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനുള്ള സമയമില്ല. ഓർഡർ ചെയ്തൊക്കെ വരുമ്പോൾ എന്തായാലും ½ an hour എടുക്കും. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഒരു 20 minutes ഉണ്ട് തിയേറ്ററിലേക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു സാലഡും ജ്യൂസും കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു മിക്സ്ഡ് ചിക്കനും പനീറും എല്ലാം ഉള്ള ഒരു സാലഡും പിന്നെ ഒരു പോമഗ്രാനൈറ്റിൻ്റെ ഒരു ജ്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. സോ യാ, അത് കഴിച്ചിട്ട് നമ്മൾ മൂവിക്ക് പോകും. നീ എന്താ ഓർഡർ ചെയ്തത്? What did you order? He is very camera shy. ക്യാമറയിൽ മാത്രമേ ഉള്ളൂ ഷൈനസ്, റിയൽ ലൈഫ് ഒട്ടുമില്ല. പക്ഷേ പറ Egg sandwich and some kiwi cooler. Kiwi cooler. കിവി കൂളർ. ഓക്കെ, കിവി എനിക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ you wanted to try something different. സോ കാർത്തിക് ആക്ച്വലി ഒട്ടും ഫുഡി അല്ലാത്തൊരാളായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ കൂടി ഇപ്പം ഒരു അൾട്ടിമേറ്റ് ഫുഡിയായി മാറിയിട്ടുണ്ട്. സോ ഞാനിപ്പോൾ ഡ്രസ്സിങ് ഒഴിച്ചു സാലഡിൻ്റെ. സോ യു ഹാവ് ടു ടേക്ക് എ ഗുഡ് ബൈറ്റ് ഓഫ് പനീർ, ചിക്കൻ ആൻഡ് ആപ്പിൾ. ആപ്പിൾ അവിടെ ഞാൻ ഇന്ന് സ്ഥിരം കഴിക്കുന്ന ഒരു സാലഡാണിത്. സോ ഐ റിയലി ലൈക്ക് ഇറ്റ്. പിന്നെ so this is pomegranate, pineapple, lemon and honey. This is also very refreshing. So this is egg sandwich. Yum. കൊള്ളാം. ചിപ്സ് ഇല്ല കൂടെ. സോ നമ്മൾ മോളെത്തി. നമ്മൾ സക്സസ്ഫുള്ളി ½ an hour ലേറ്റ് ആയിട്ടുണ്ട്. മൂവി ഓൾറെഡി തുടങ്ങി. അമ്മയും ചേച്ചിയും ഒക്കെ അവർ ഓൾറെഡി എത്തി തിയേറ്ററിൽ. സോ അവർ പറഞ്ഞു ഓൾറെഡി ½ an hour ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവർ ഓൾറെഡി എത്തിയുണ്ട്. നമുക്ക് സ്റ്റോറി പറഞ്ഞ് തരുമായിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ, നമ്മൾ എവിടെ പോയാലും അറ്റ്ലീസ്റ്റ് ഒരു 10 minute എങ്കിലും ലേറ്റ് ആയിട്ടേ എത്താറുള്ളൂ. ഒരിക്കലും ഒരു 10 minute ഏർലി ആയിട്ട് എവിടെ എത്താറില്ല. അതെന്താണെന്ന് അറിഞ്ഞൂടാ. എത്ര നേരത്തെ റെഡിയായി ഇറങ്ങിയാലും അതെ, ചിലപ്പോൾ ഞാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രാഫിക്. ഇന്ന് ശരിക്കും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ അവർ ഓൾറെഡി പോയോണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സ്റ്റോറി പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടെന്ന്. സോ കുഴപ്പമില്ല. ഇനിയിപ്പം കയറിയിട്ട് അപ്പോൾ നമ്മൾ സിനിമയൊക്കെ കണ്ട് ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് 11:30 ആവാറായി. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. പക്ഷെ അങ്ങനെ അധികമൊന്നും മിസ്സായില്ല. The movie was okay. I didn't like the movie much. Movie was okay. Like ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു. ഹ്യൂമർ വാസ് നൈസ്. പക്ഷേ എൻഡിങ് എനിക്കെന്തോ അധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിരിക്കാൻ കുറേ ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് മൂവി. നമുക്ക് കുറേ ചിരിക്കണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ. ലൈക്ക് ഇറ്റ്സ് എ വൺ ടൈം വാച്ച് മൂവി അക്കോർഡിംഗ് ടു മീ. ബിക്കോസ് ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ആ ക്ലൈമാക്സ് എത്തിയപ്പോൾ കുറച്ചൊരു ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എനിവേസ് ഇപ്പം നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
സോ യാ, അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ ഐ തിങ്ക് ഐ എൻഡ് മൈ 2 ദിവസത്തെ വ്ളോഗ് ഹിയർ. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് ഇറ്റ്. എനിക്ക് അധികം അങ്ങനെ ഫുഡ് സ്പോട്ടിലൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു, ബിക്കോസ് ഇന്നത്തെ പ്ലാൻ ഫുൾ കുളമായി. ഞാൻ ലേറ്റായി എണീറ്റുകൊണ്ട് എനിക്ക് ഞാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇനി ഞാൻ അവിടെ പോകുമ്പോൾ ഐ വിൽ ഷോർലി ടേക്ക് ഗുഡ് വീഡിയോസ് ആൻഡ് ഷോ യു. ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാൻ ഏഷ്യൻ സ്ഥലം ഉണ്ടെന്ന്. സോ ഇഫ് ഐ എം ഗോയിങ് ദെയർ ഓഫ് കോഴ്സ് ഐ വിൽ ഷോ യു ദ പ്ലേസ്. So yeah, that's it. So if you like my videos, please do like, share and subscribe. ഞാൻ എപ്പോഴും പറയുന്ന പോലെ. So yeah, you guys take care. Bye bye. Bye guys. Bye.